ഹായ് ഗൈസ്, പവിത്രം പ്രമോയിലേക്ക് സ്വാഗതം. വിശ്വം അങ്ങനെ മനസ്സിൽ തട്ടി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മരിക്കാൻ പോലും ചിന്തിക്കുന്നുവെന്ന് കേട്ട് ശ്രീജ വിശ്വത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അതിനുശേഷം കമല പറയുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വേദന വന്നതിനു ശേഷമാണ് ഈ വീട്ടിൽ കുറേ ഗുണമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നന്ദിനിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ശ്രീജ ഒന്നും പറയാതെ അടുക്കളയിൽ അങ്ങനെ പണിയെടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. വേദ നന്ദിനിയോട് പറയുന്നു, നിങ്ങൾ ചത്താൽ എന്ന് കേട്ടപ്പോൾ നന്ദിനി ഒന്ന് ഞെട്ടി. ഇപ്പോഴല്ല, ചത്താൽ ഈ ശരീരമുണ്ടല്ലോ മമ്മിഫൈ ചെയ്യണം. ഇമ്മാതിരിയൊരു മനുഷ്യജന്മം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിറവിയെടുത്തിരുന്നു എന്ന് അന്നത്തെ കുട്ടികൾക്ക് പഠിക്കാമല്ലോ എന്ന് രസകരമായി അവതരിപ്പിക്കുന്നുണ്ട്. പിന്നീട് വേദയും വിക്രമും മുറിയിലിരുന്ന് സംസാരിക്കുന്നു. വേദ പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് അഴിച്ചുപണികൾ ആവശ്യമുണ്ട് എന്ന്. അഴിച്ചുപണിയോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ, ഈ വീട്ടിലെ ആളുകളുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയെടുക്കാനുണ്ട്. ഞാൻ അതിനുള്ള പണി തുടങ്ങാൻ പോവുക. വിക്രം സ്വാമി, എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നോണം കേട്ടല്ലോ എന്ന് പറയുമ്പോൾ വിക്രം പുഞ്ചിരിക്കുന്നു. അതിനുശേഷം വേദ ശ്രീജയോട് പറയുന്നുണ്ട്, ഒന്ന് പോയി വേഗം ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്കൊരിടം വരെ പോവാനുണ്ട്. എങ്ങോട്ടാ എന്ന ചോദ്യത്തിന് വേദ ഒന്നും മറുപടി പറയുന്നില്ല. പിന്നീട് വിനായകനോട് വേദ പറയുന്നത്, അത് അപ്പോൾ പറയാം, ചെയ്തു വെച്ചിരിക്കുന്നത് അത്രത്തോളം ഉണ്ടല്ലോ എന്ന്. വിനായകൻ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വേദയല്ലേ ആള്, 8ന്റെ പണി കിട്ടുമെന്ന് നന്നായി അറിയാം വിനായകന്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രസകരമായ സംഭവബഹുലമായ മറ്റൊരു പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക. ബൈ ബൈ.